നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകൾ ബാപ്പാം ഈ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ബാപ്പാം ഫാമിലിയോടൊപ്പമുള്ള ഒരു കോയമ്പത്തൂർ യാത്രയാണ്. കോയമ്പത്തൂരിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കോയമ്പത്തൂർ ആദിയോഗിയെ കാണുക, ഈഷ ഫൗണ്ടേഷൻ്റെ അതായത് സദ്ഗുരുവിൻ്റെ ആദിയോഗിയെ കാണുക. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് GD കാർ മ്യൂസിയം കാണുക. GD നായിഡുവിൻ്റെ അദ്ദേഹത്തിൻ്റെ കാർ കളക്ഷനുകളുടെ ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു സയൻസ് മ്യൂസിയവും അദ്ദേഹത്തിൻ്റേതുണ്ട്. ഇത് രണ്ടും കാണുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നേരെ നമ്മൾ കോയമ്പത്തൂരേക്ക് വിടുകയാണ്. എറണാകുളത്തു നിന്നും സേലം ഹൈവേയിൽ കയറി ഇതാ വണ്ടി ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ മോനാണ്, സൈഡിലിരിക്കുന്നത് മോളാണ്, എൻ്റെ സൈഡിലിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നടത്തുന്ന യാത്രകളാണ് ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകൾ. അങ്ങനെ ഹൈവേയിൽ കയറി നന്നായിട്ടൊരു ഭക്ഷണം കഴിക്കുക, ചുറ്റുമുള്ള കാഴ്ചകൾ കാണുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. റോഡ് കാഴ്ചകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ഈ സ്ഥലം നമ്മൾ പാലക്കാട് എത്തിയെന്നറിയിക്കുന്ന പണ്ട് നമ്മൾ അറിയിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പാണഞ്ചേരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ അക്വാഡക്റ്റ് കണ്ടിട്ടാണ് നമ്മൾ പാലക്കാട്ടേക്ക് കയറിയെന്ന് പണ്ടൊക്കെ ബസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പാലിയേക്കര ടോള് കഴിഞ്ഞ് പാലിയേക്കര ടോളിൽ നിന്ന് നമ്മൾ അവിടെ ടോൾ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കമാണ്. കുതിരാൻ തുരങ്കത്തിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഹാർട്ട് ലാൻഡിലേക്ക്, പ്രധാന സ്ഥലത്തേക്ക് എത്തുകയാണ്. കുതിരാൻ മലയിലൂടെ ആ തുരങ്കമൊക്കെ കഴിഞ്ഞ് ഇതാണ് പന്നിയങ്കര ടോള്. പാലക്കാട് റൂട്ടിൽ 2 ടോളാണ് ഉള്ളത്. ഒന്ന് തൃശ്ശൂർ പാലിയേക്കര ടോളും. പാലിയേക്കര ടോളിൽ ഇപ്പോൾ ടോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. പന്നിയങ്കര ടോളിൽ നമ്മൾ പൈസയൊക്കെ അടച്ച് നേരെ കോയമ്പത്തൂർക്ക് വിടുകയാണ്. ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെ ആയി. അപ്പം രാവിലെ ഒരു ഭക്ഷണം കഴിക്കണം. അതിനൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പിയുള്ള യാത്രയും കൂടെയാണ്. ഈ പോകുന്ന വഴിയിൽ നോക്കിയാണ് പോകുന്നത്. എരുമേയൂർ തോട്ടുപാലത്തുള്ള ശരവണ ഭവനിലാണ് ഞങ്ങൾ കയറിയത്. ഇതിനു മുമ്പ് ഒരു ആര്യാസ് ഉണ്ടായിരുന്നു, കുറച്ച് 1 കിലോമീറ്റർ ബാക്കിൽ. പക്ഷേ അവിടെ കയറിയിട്ട് കാല് കുത്താൻ പോലും സ്ഥലമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് കണ്ട ശരവണ ഭവനിലാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ തന്നെ നല്ല മസാല ദോശയും കാപ്പിയും വടയും. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. എവിടെ ചെന്നാലും കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോഴാണ് അവിടെ ഇതുപോലെ അവരുടെ പഴയ കുറേ പിച്ചള സാധനങ്ങളും ഓട് സാധനങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട്. അവിടെ നിന്ന് ഇറങ്ങി മക്കൾ രാവിലെ എവിടെ നിന്നും മേടിക്കാറുള്ളതുപോലെ ഒരു പാക്കറ്റ് സ്വീറ്റ്സൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടിയിലിരുന്നതൊക്കെ ഷെയർ ചെയ്ത് ആസ്വദിച്ച് കഴിച്ച് വീണ്ടും ഞങ്ങൾ കോയമ്പത്തൂരിനെ ലക്ഷ്യമാക്കി വാളയാർ ചെക്ക് പോസ്റ്റിനെ ലക്ഷ്യമാക്കി. വാളയാർ കഴിഞ്ഞു ചെക്ക് പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പോകുന്ന വഴിക്ക് പല പല കഥകളും പാട്ടുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നത്. എല്ലാവരും ക്യാമറ ഉപയോഗിക്കുന്ന ആളാണ്. മോനാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ കൂടുതൽ പുള്ളിയാണ്. എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ക്യാമറ പലരും മാറി മാറി അങ്ങനെ ഉപയോഗിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയെന്നല്ല, ഞങ്ങളെവിടെ യാത്ര പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ റോഡിലൊരു ചെറിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വാളയാറും കഴിഞ്ഞു. ഇപ്പോൾ കോയമ്പത്തൂരേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേയിലൂടെ ഒഴിക്കൽ ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കാരണം തിരക്കാണല്ലോ. എല്ലാവർക്കും ഓഫ് റോഡും അല്ലെങ്കിൽ ചെറിയ റോഡുകളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. പ്രകൃതിയുടെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കണ്ട് പോവുക എന്നുള്ളതാണ് ഇഷ്ടമുള്ള കാര്യം. പച്ചപ്പ് കാണുകയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാരണം. മല കയറുക, അതുപോലെ വയലുകൾ കാണുക, നല്ല പച്ചപ്പ് കാണുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇഷ്ട യാത്രകൾ.
വിരാട വിനോദത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫാമിലി വ്ലോഗ് ഉണ്ടാവും, ഞങ്ങളുടെ സ്വന്തം യാത്ര ഉണ്ടാവും, ഫ്രണ്ട്സ് ഒന്നിച്ചുള്ള യാത്രകളുണ്ടാവും. ബാപ്പാം സീരീസിൽ ആദ്യം ഇട്ടത് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു മധുര യാത്രയാണ്. മധുരയല്ല, ധനുഷ്കോടി യാത്രയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂർ ഇത് പൊള്ളാച്ചി മെയിൻ റോഡാണ്. പൊള്ളാച്ചി മെയിൻ റോഡിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ കാണുന്ന ഒരു വലിയ ലേക്ക് വളരെ ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു, കുറിച്ചി ലേക്ക്. ഇതിൻ്റെ വീഡിയോ നമുക്ക് നാളെ എടുക്കാം, ഇന്ന് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കുറിച്ചി ലേക്കാണിത്. കുറിച്ചി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു കേട്ടോ. അത് ഒന്നുകിൽ ഈയിടെ എന്തോ ചെയ്തതാവണം. 10 മണി സമയവും നല്ല വെയിലും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് നോക്കി, വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഏതൊക്കെയാലും ഒന്നുകിൽ വൈകിട്ട് വരാം, ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയി ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് പിന്നീട് വരാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇത് ഉക്കടം മാർക്കറ്റിലേക്കൊക്കെ തിരിയുന്ന ഫ്ലൈ ഓവറുകളാണ്. ഈ ഫ്ലൈ ഓവറുകളിൽ കൂടെയാണ് നമ്മൾ ഗാന്ധിപുരത്തേക്ക് പോകുന്നത്. ഗാന്ധിപുരത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലുള്ളത്. ഇതാ ഈ കാണുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ബസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നത് റവന്യൂ ബിൽഡിങ്സൊക്കെയാണ്. ഈ കാണുന്ന ഒരു ബസ് സ്റ്റേഷനാണ്. ഈ ബസ് സ്റ്റേഷനിൽ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന RV റെസ്റ്റോറൻറ്റ് ഹോട്ടൽ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ചെക്ക് ഇൻ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കാർ മ്യൂസിയവും അതിനുശേഷം ആദിയോഗിയും കാണാനായിട്ട് പോകുന്നത്. ആദിയോഗിയുടെ കാഴ്ചകൾ, കാർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളുമൊക്കെ നമുക്ക് ഉടനെ കാണാം. കാരണം ആദിയോഗിയുടെ ലേസർ ഷോ ഒക്കെ ഉണ്ട്. കാർ മ്യൂസിയത്തിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പഴയ ജനറേഷൻ കാറുകൾ മുതൽ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഇങ്ങനെയാണ്. ലെയറിലായിട്ട് കാറ് കയറ്റിയിടും. അപ്പം നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്ത് താഴെ നമ്മൾക്ക് കൊണ്ടുത്തരും. ഇപ്പോൾ അവിടെ ലെയറിലേക്ക് കയറ്റിയിടുകയാണ്. ഈ എക്സിബിഷനൊക്കെ കണ്ടിട്ടുള്ള ജയൻറ്റ് വീൽ പോലെയാണ് എൻ്റെ ഫംഗ്ഷൻ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. അപ്പോൾ റൂമിലൊന്ന് പോയി ഒന്ന് ഫ്രഷായി ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു മയക്കമൊക്കെ മയങ്ങി. കാരണം ആദിയോഗിയിൽ ഷോ തുടങ്ങുന്നത് വൈകുന്നേരമാണ്. 7 മണിക്കാണ് അവിടെ ലേസർ ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി, കാറൊക്കെ ഇറക്കി. ഇനി നമ്മൾ നേരെ GD കാർ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 120 രൂപയാണ്. ടിക്കറ്റൊക്കെ എടുത്ത ഒരു ബാൻഡൊക്കെ കെട്ടിത്തരും. ഇവിടെ ഗിംബൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇത് സയൻസ് മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ് GD കാർ മ്യൂസിയം. GD കാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ GD നായിഡു എന്ന് പറയുന്ന അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ എഡിസൺ എന്നാണ് അത്ര വിളിക്കുന്നത്. അദ്ദേഹം ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കളക്ഷനാണ് ഇവിടെയുള്ള കാറുകൾ. അപ്പോൾ ബെൻസിൻ്റെ തുടക്കകാലം മുതലുള്ള കഥകളെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് സ്കെയിൽഡ് ടൈപ്പാണ്. ഇതാണ് ബെൻസിൻ്റെ വൈഫാണ് ആദ്യമായിട്ട് ആ കാറിൽ കയറിയതെന്നാണ് പറയുന്നത്. അവരുടെ വീഡിയോ ഒക്കെയാണ്. ഫോട്ടോ ലൈഫ് സൈസ് ഒരു സ്ട്രക്ചറാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പഴയ കാറുകളാണ്. നമ്മൾ കാർ ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. ഇത് ഈ GD കാർ മ്യൂസിയത്തിൻ്റെ ഒരു വിശദമായ വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഈ കാറുകളെല്ലാം ഒന്നുകൂടെ അടുത്ത് കാണിക്കുക. ഇതിപ്പോൾ നമ്മൾ നടന്ന് കണ്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇത് ഇന്ത്യൻ
കാർ സെക്ഷനുകളാണ് കേട്ടോ. മാരുതി 800 മുതൽ ഈ മാരുതി 800 ആദ്യകാലത്തെ സ്റ്റാൻഡേർഡും അംബാസഡറും ഹെറാൾഡും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് സയൻസ് മ്യൂസിയം ആണ്. അത് സയൻസ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല എക്യുപ്മെൻസിൻ്റെ എവല്യൂഷനാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പല മെഷീൻ്റെ, ഈവൻ വാഷിംഗ് മെഷീൻ്റെ ആണെങ്കിലും ടി വിയുടെ ആണെങ്കിലും ടൈപ്പ് റൈറ്ററിൻ്റെ ആണെങ്കിലും എന്ന് വേണ്ട സകല നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഈവൻ മൊബൈൽ ഫോണ്, ക്യാമറ, ഇവയുടെയൊക്കെ എവല്യൂഷൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സയൻസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഒരു ഭയങ്കര രസകരവും വിജ്ഞാനപ്രദവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ GD കാർ മ്യൂസിയം. അവിടുന്ന് ഞങ്ങൾ വീണ്ടും ശിരുവാണി റോഡിലൂടെയാണ് ഈ ആദിയോഗിയുടെ സ്ഥലത്തേക്ക് എത്തുന്നത്. ആദിയോഗിയുടെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഈഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗിയുടെ എൻട്രൻസ്. ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാ ദിവസവും ഇവിടെ ആദിയോഗിയുടെ ലേസർ ഷോ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. രാത്രിയിലാണ് അത് ആദിയോഗിയുടെ ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആദിയോഗി ഉണ്ടായി. ആദിയോഗി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശിവനാണ്. അദ്ദേഹം എങ്ങനെ ഉണ്ടായി എന്ന് കാണിച്ചു തരുന്നതായിട്ടുള്ള ഒരു ഷോയാണിത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എല്ലാ ദിവസവും തന്നെ വന്നു ചേരുന്നത്. പിന്നെ ശിവരാത്രി ദിവസങ്ങളിലും പ്രത്യേക ഷോ ഉണ്ടാവും. ഈ ആദിയോഗിയുടെ പ്രതിമ കാണുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാവും. നല്ല ഉയരത്തിലുള്ള 110 അടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹൈറ്റ്. ഉയരത്തിലുള്ള ഒരു ആദിയോഗി സ്റ്റാച്യു ആണിത്. ധ്യാനത്തിലിരിക്കുന്ന ഈ യോഗിയുടെ ഒരു മുഖഭാവമുള്ള പ്രതിമയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ലേസർ ഷോയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. ആദിയോഗിയുടെ ലേസർ ഷോയുടെ ഒരു വിശദമായ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അതും ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ, ആ വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.